സെയിൽസ് അറിയില്ല, മാർക്കറ്റിംഗ് അറിയില്ല, എംപ്ലോയി മാനേജ്മെൻറ്റ് അറിയില്ല. ഇതൊക്കെ സ്വന്തമായിട്ട് ഓരോ ദിവസം ഒരു ദിവസം രാവിലെ എണീക്കുന്നത് ഇന്നിനി എന്ത് പുലിവാല പിടിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ടാണ്. പ്രാക്ടിക്കൽ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ്. റീസൺ ഇത്രയേ ഉള്ളൂ, സ്റ്റുഡൻസ് ഒരിക്കലും നമ്മുടെ അടുത്ത് വന്നതിൻ്റെ പേരിൽ നാളെ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ അവർക്ക് കിട്ടുന്ന സന്തോഷം നമ്മുടെ അടുത്ത് വന്നവർ പറയുമ്പോൾ കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന്. ഒരുപക്ഷെ ജർമ്മനിക്ക് പോയി ഞാൻ അവിടെ ഒരു നേഴ്സ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലായിരുന്നു. പക്ഷേ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടുന്നുണ്ട്. എനിക്ക് മന്ത്ലി 1.5 lakhs സ്റ്റൈഫൻഡ് വെച്ചിട്ടുള്ള കോൺട്രാക്റ്റ് കിട്ടി. ജസ്റ്റ് പോയാൽ മാത്രം മതി, വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, വിസ അപ്രൂവ് ആവണം, വേറെ തടസ്സങ്ങളൊന്നും ഫ്രണ്ടിലില്ല. അപ്പോഴാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല. അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ ഞാൻ എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ തോട്ട്സ്. അപ്പം ഒരു ഫ്ലെക്സും ഒരു സ്റ്റുഡൻറ്റും ഒരു ടീച്ചറും മാത്രമുള്ള ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത് ചെറിയ റിസ്ക് അല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന്. ഞാൻ എന്ത് തുടങ്ങി വെച്ചാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അത് മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫാണ് ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു 6 months എബോ വെയിറ്റ് ചെയ്തു. നടന്നില്ലെങ്കിൽ ഉപ്പച്ചി ഇച്ചിരി കാശ് തരുമെന്ന് ചോദിക്കാനുള്ള ഓപ്ഷൻ സേഫ് ആയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ഇനിഷ്യലി നമുക്കത് ചോദിക്കാന്ന് പറയുന്നത് ഭയങ്കര അഭിമാന പ്രശ്നമാണ്. അത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കി പോവാണ്. നമുക്ക് മാറ്റി ട്രൈ ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലോ.